ഹായ്, ഇന്ന് ഞാൻ ഫോട്ടോഷോപ്പിലെ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഷോർട്ട് കട്ട് ഡബ്ല്യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്ജക്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ കിട്ടും. നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് ക്യാരക്ടറിനെയും ഒബ്ജക്റ്റിനെയും ഇതേപോലെ സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് ഷിഫ്റ്റ് F6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫെദർ പോയിന്റ് കിട്ടും. അതായത് എഡ്ജിലൊക്കെ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫെദർ. അപ്പോൾ നമുക്ക് എത്രയാണോ ഫെദർ വേണ്ടത് ഇവിടെ ഫെദർ കൊടുക്കാം. അപ്പോൾ ഫെദറിൻ്റെ ഷോർട്ട് കീ ഷിഫ്റ്റ് F6 ആണ് വരുന്നത്. ദെൻ നമ്മുടെ അടുത്ത ഷോർട്ട് കീ ആണ് Ctrl+J, അതായത് ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Ctrl+J പ്രസ് ചെയ്യാം. സോ നമുക്കിവിടെ ഒരു സബ്ജക്റ്റ് ഇവിടെ നമ്മുടെ ലെയർ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കിട്ടിയിട്ടുണ്ട്. സോ ഈ സബ്ജക്റ്റിനെ നമുക്കൊന്ന് ലെഫ്റ്റിലോട്ടേക്കോ റൈറ്റിലോട്ടേക്കോ മൂവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് V എന്ന് പറയുന്ന ഷോർട്ട് കീ പ്രസ് ചെയ്യാം. V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൂവ് ടൂൾ, ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടൂളായ മൂവ് ടൂളിലോട്ട് വന്നിട്ടുണ്ടാവും. ദെൻ നമുക്കിവിടെ സബ്ജക്റ്റിനെ നീക്കി വെക്കാം. സോ അടുത്ത ഒരു ഷോർട്ട് കീ ആണ് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. ഇതൊരു ഷോർട്ട് കീ അല്ല, ഇതൊരു ട്രിക്കാണ്. നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ, നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ Ctrl+J പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൾട്ട് ജസ്റ്റ് ഹോൾഡ് ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ടും നമുക്ക് കോപ്പി എടുക്കാം. സോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾട്ട് ഹോൾഡ് ചെയ്തും ചെയ്യാം, Ctrl+J യൂസ് ചെയ്യാം. സോ ഇതുപോലത്തെ വീഡിയോസിനായി ഉടൻ തന്നെ ഫോളോ ചെയ്യൂ.